ഒന്ന് രണ്ട് റിയൽ ലൈഫ് ഇൻസിഡൻസിൽ നിന്നും ഇൻസ്പയർഡ് ആണ് ഈ സിനിമ. അതുകൊണ്ട് തന്നെ ഇതിനൊരു വ്യക്തമായൊരു റൂട്ടുണ്ട്. നാളെ ഈ സിനിമ കണ്ടതിന് ശേഷം അത് ക്ലീഷയല്ലേ ഇത് ക്ലീഷയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ക്ലീഷ അല്ലായ്മ എന്നൊന്നും പറയണമെന്ന് ഞാനില്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ഇടിക്കുന്നത് 3 പേര് പറന്നു പോകുന്നു എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് മണ്ടനായിട്ടുള്ള മലയാളികൾക്ക് പെട്ടെന്ന് പറ്റില്ല. ഒരുപക്ഷെ KGF പറ്റുമായിരിക്കും. കാര്യം ഹീറോയിന് ചൂടെടുക്കുന്നു, കാറ്റ് വേണമെന്ന് പറഞ്ഞപ്പം ചോപ്പർ കൊണ്ടുവന്ന് കാറ്റ് കൊടുക്കുന്ന നായകനാണ്. അതൊക്കെ മലയാളത്തിനൊന്നും പ്രാക്ടിക്കലല്ല. അദ്ദേഹത്തിനെ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു പറ്റം പ്രേക്ഷകർ ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. എല്ലാവർക്കും കരിയറിൽ ചെറിയ എന്താ പറയുക ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു അല്ലേ. ഇപ്പോൾ ചില നടന്മാർക്കൊക്കെ ചെറിയ ഇടിവുകൾ സംഭവിക്കുന്നു. അതിൻ്റെ അർത്ഥം അവരുടെയൊക്കെ കുടുംബ പ്രേക്ഷകർ കൈവിട്ടു എന്നല്ല. ഒരു ക്ലൈമാക്സ് ഫൈറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നൊരു 10-12 ദിവസം ആയിരക്കണക്കിന് ആളുകളുമൊക്കെയുള്ള അത് ഭയങ്കര എക്സ്പെൻസീവായിട്ട് ഷൂട്ട് ചെയ്തൊരു ക്ലൈമാക്സ് പോർഷനുണ്ട് ഈ സിനിമയിൽ. നമ്മുടെ ബാൻഡ്രയുടെ ടീസർ വരുന്ന സമയത്ത് ടീസറിന് റിവ്യൂ ചെയ്ത് നെഗറ്റീവ് പറഞ്ഞ ആളുകളുണ്ട്. ഭയങ്കര മോശം ടീസറാണ് ഇത്, ഈ സിനിമ മറ്റേ ക്ലീഷേ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ടീസറിനെതിരെ റിവ്യൂ പറഞ്ഞവരുണ്ട്. എന്താണ് അവരുടെ ചെയ്തു ചെയ്യാറ്? അതായത് ടീസർ കണ്ടിട്ട് ടീസറിനല്ല അവർ പറയുന്നത്, ടീസർ കണ്ടിട്ട് അവർ സിനിമയെക്കുറിച്ച് പറയുകയാണ്. അപ്പം ഞാനൊരു കടയിൽ പോയി ഒരു ചെരുപ്പ് മേടിച്ചു, ആ ചെരുപ്പ് മോശമാണ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവും. എന്ന് കരുതി ആ ചെരുപ്പ് ഉണ്ടാക്കിയ മുതലാളിയുടെ വീട്ടിൽ ഇരിക്കുന്നവരെയും വീണ്ടും മുതലാളിയും ഒക്കെ തെറി പറയുക എന്ന് പറയുന്നത് അയാളെ രാമലീലയുടെ തിരക്കഥ പൂർത്തിയാക്കി തിരക്കഥാകൃത്ത് സച്ചി നടൻ ദിലീപിനെ സമീപിച്ചപ്പോൾ ദിലീപ് ഇത് ആരാണ് സംവിധാനം ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സച്ചി ആ പുതിയ സംവിധായകൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ ദിലീപ് പറഞ്ഞത്, ഇത് ജോഷി സാറിനെ പോലത്തെ ഒരു ആള് സംവിധാനം ചെയ്യേണ്ട പടമല്ലേ, ഇതൊരു പുതിയ പയ്യൻ സംവിധാനം ചെയ്താൽ ശരിയാവും. പക്ഷേ രാമലീലയുടെ സക്സസ് സെലിബ്രേഷൻ സമയത്ത് ദിലീപ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പുതിയ പയ്യനാണ് എനിക്കൊരു രണ്ടാമത്തെ ജന്മം തന്നേന്ന്. അല്ലേ? വെൽക്കം അരുൺ ഗോപി. താങ്ക് യു. അരുൺ ഗോപി ദിലീപ് കോംബോയിൽ വന്ന് രാമലീല വലിയൊരു ഹിറ്റായിരുന്നു. ഒരുപാട് കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സിനിമ വലിയൊരു വൻ ഹിറ്റായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ കോംബോ രണ്ടാമത്തെ സിനിമയായിട്ട് വരെയാണ് ബാന്ദ്രയുടെ ടീസറൊക്കെ കണ്ടു. അപ്പോൾ ബാന്ദ്രയെക്കുറിച്ച് നമ്മൾ ആ ടീസർ കാണുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ലുക്കിൽ തോന്നുന്നത് ദിലീപ് ഒരു ഗാങ്സ്റ്റർ നേതാവാണ്, മുംബൈ അധോലോകം, അങ്ങനെയുള്ള ചില എലമെൻറ്റ്സ് ഒക്കെയാണ് നമുക്ക് സിനിമയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ ജന്മം ദിലീപിന് കിട്ടിയ സിനിമയായിരുന്നു രാമലീല. ഈ ബാന്ദ്രയിലൂടെ ദിലീപ് എന്ന നടൻ്റെ ഒരു പുതിയ ഫേസ് ആയിരിക്കും നമ്മൾ പ്രേക്ഷകർ കാണുക. പുതിയ ഫേസ് ആയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിനിമ പറയേണ്ട കാര്യമാണ്. നമുക്കിപ്പം നമ്മളിരുന്നിട്ട് നമ്മളൊരു പുതിയമാണ് വ്യത്യസ്തമാണെന്നൊന്നും പറയുന്നത് ശരിയായ കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിൽ കൂടി കുറച്ച് അദ്ദേഹം ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നും കുറച്ച് മാറി നിൽക്കുന്ന ഒരു കഥാപാത്രമായിരിക്കാം. കഥാസാഹചര്യങ്ങളും കഥാപശ്ചാത്തലങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെ ആവാനാണ് സാധ്യത. എങ്കിൽ കൂടി കഥാപാത്രം കടന്നു പോകുന്ന വഴികളൊക്കെ ഒരുപക്ഷെ ദിലീപ് എന്ന് പറയുന്ന നടൻ ഇതിനു മുമ്പ് ചെയ്തതിൽ നിന്നും കുറച്ച് മാറി നിൽക്കുന്നതാകാനാണ് സാധ്യത. ആ അർത്ഥത്തിൽ ഒരു പുതിയ മുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയ മുഖമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ടീസർ കാണുമ്പോൾ ഒരു മുംബൈ അധോലോകം, ദിലീപിൻ്റെ ക്യാരക്ടർ ഒരു ഗാങ്സ്റ്റർ നേതാവ് അല്ല എന്നുള്ളൊരു പേര്, എന്താണ് ദിലീപിൻ്റെ ഈ സിനിമയിലൊരു റോള്, ക്യാരക്ടർ? അല്ല, ഇതൊരു ഭയങ്കര എനിക്ക് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണിത്. കാരണം ഇതൊരു ഗാങ്സ്റ്റർ മൂവി അല്ല. ദിലീപ് എന്ന് പറയുന്ന നടൻ ആല എന്നുള്ള പേരും അല്ലെന്നുണ്ടെങ്കിൽ അലക്സാണ്ടർ ഡൊമിനിക് എന്ന് പറയുന്ന പേരും ഒക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നും എന്തോ ഒരു മുംബൈ അധോലോകത്തിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ പറയുന്ന കഥയാണെന്നൊക്കെ സ്വാഭാവികമായിട്ട് തോന്നും. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾക്ക് തന്നെയാണ്. കാരണം നമ്മൾ അത്തരത്തിലുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീസറാണെങ്കിലും നമ്മൾ കൊടുത്തിട്ടുള്ള പോസ്റ്റേഴ്സിലാണെങ്കിലും ഒക്കെ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തരത്തിൽ കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്ന് തന്നെ ഞാനും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു സിനിമയാണ്. വളരെ ഇമോഷണലായിട്ട് കടന്നു പോകുന്ന കുറേ വൈകാരിക മുഹൂർത്തങ്ങളുള്ള ആ ഇമോഷൻസിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ഇൻസിഡൻറ്റുകൾ ഒരാളുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നൊക്കെ ചർച്ച ചെയ്യുന്നൊരു സിനിമയാണ്. അല്ലാതെ ഇതൊരു ഗാങ്സ്റ്റർ മൂവിയല്ല. സാഹചര്യങ്ങൾ കൊണ്ട് മറ്റൊരാൾക്കെതിരെ അല്ലെന്നുണ്ടെങ്കിൽ തനിക്ക് ജീവിക്കാൻ വേണ്ടി നിലപാടുകൾ എടുക്കേണ്ടി വരുന്ന സമയത്തുണ്ടാകാവുന്ന ആക്ഷൻസാണ് ആ സിനിമയിൽ സംഭവിക്കുന്നത്. ആ ആക്ഷൻസാണ് നമ്മൾ ഈ പറയുന്ന പോലെ അൻവറിനെ പോലൊരു കൊറിയോഗ്രാഫറെയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത്തരം ആക്ഷൻസാണ്. അത് നിവർത്തിയില്ലാതെ നിക്കക്കള്ളിയില്ലാതെ എന്നൊക്കെ നമ്മുടെ നാട്ടുമ്പുറത്തെ ഭാഷയിൽ പറയും. അത്തരത്തിലൊരു നിവർത്തിയില്ലായ്മയുടെ പേരിലുണ്ടാകാവുന്ന ആക്ഷൻസാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയാൻ പറ്റില്ല. ശരിക്കുമാണോ? സ്വാഭാവികമായിട്ടും നിവർത്തിയില്ലായ്മയുടെ പേരിൽ ആക്ഷൻ ചെയ്യുക അല്ലെങ്കിൽ തോക്കെടുത്ത് വെടിയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും ജീവിതത്തിൽ ചെയ്യില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ദിലീപ് എന്ന് പറയുന്ന നടനൊക്കെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഇതൊക്കെ ചെയ്യേണ്ടിയിരിക്കണമായിരുന്നു. അപ്പോൾ അതല്ല കാര്യം. അപ്പോൾ ഇതൊരു
ഒരു ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടർ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഭയങ്കര ഗാങ്സ്റ്റർ ആക്ഷൻ, ഈ പറയുന്ന പോലെ ഭയങ്കര മാസ് മസാല മൂവിയാണ് ഈ സിനിമ എന്ന് ഒരു ഗാങ്സ്റ്റർ ഫൈറ്റ് അങ്ങനെയൊന്നും ആ രീതിയിലൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഗാങ്സ്റ്റേഴ്സ് തമ്മിലുള്ള ഫൈറ്റ്, ഗാങ്സ്റ്റേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് ഒന്നും അങ്ങനെ ഈ പറയുന്ന പോലെ രണ്ട് ചേരികൾ തമ്മിൽ കിടന്ന് അടി കൂടുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചേരി മൊത്തവും ആൾക്കാരെ മൊത്തം വെടിവെച്ച് കൊല്ലുന്നു, അത്തരത്തിലൊന്നുമില്ല. ഒരാളല്ലെന്നുണ്ടെങ്കിൽ അയാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് തന്നെ കൊല്ലാൻ വരുമ്പോഴത്തേക്കും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്ന ഒരു നായകൻ മാത്രമാണ് ഇതിൽ. അതൊരു പക്ഷേ ഒരു നല്ല ആക്ഷൻ സീക്വൻസിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതൊരു ഭയങ്കര ഇത്തരത്തിലൊരു ഗാങ്സ്റ്റർ മൂവി അല്ല ഈ സിനിമ. ഇപ്പോൾ ഒരു ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടർ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്തരം പാറ്റേണിലുള്ള സിനിമകളുടെ ഒരു പൊതു സ്വഭാവമായിട്ട് ഒരു ടെംപ്ലേറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. അതിപ്പോൾ രജനീകാന്തിൻ്റെ ഭാഷയാണെങ്കിലും കൈദിയാണെങ്കിലും വിക്രമാണെങ്കിലും ഇപ്പോൾ മമ്മൂക്കയുടെ രാജാതിരാജയാണെങ്കിലും ഒരു അതിൻ്റെ ഒരു നായകൻ്റെ ഒരു ബിൽഡപ്പ് ഉണ്ടല്ലോ. അയാൾ ഒരു പാവത്താനായിട്ട് ആദ്യം കാണിക്കുന്നു, പിന്നെ അയാളെ ട്രിഗർ ചെയ്യുന്ന ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നു, പിന്നെ ഒരു ബാക്ക് സ്റ്റോറിയിലേക്ക് പോകുന്നു, പിന്നെ ആ ഒരു കൺവിൻസിങ് ആയിട്ടുള്ളൊരു ബാക്ക് സ്റ്റോറി അവതരിപ്പിച്ചുകൊണ്ട് അയാളുടെ പ്രസൻറ്റിനെ അയാളുടെ ചെയ്തികളെ അതിന് ശരിയെന്നുള്ള രീതിയിൽ അതിനെ ചിത്രീകരിക്കുന്നു. ഈ ഒരു ടെംപ്ലേറ്റ് പല രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് പലപ്പോഴും കൈയിട്ട് നേടുന്നത് പ്രേക്ഷകരെ. അപ്പോൾ ആ രീതിയിലുള്ളൊരു ടെംപ്ലേറ്റ് തന്നെയാണോ ഈ ബാന്ദ്രയിലും വർക്ക് ചെയ്തിരിക്കുന്നത്? ഒരു കൺവിൻസിങ് ആയിട്ടുള്ളൊരു ബാക്ക് സ്റ്റോറി, ആ ബാക്ക് സ്റ്റോറിയിലാണല്ലോ കൂടുതൽ വർക്ക് ആവശ്യമുള്ളത്. ആ ഒരു രീതിയിലുള്ളൊരു ടെംപ്ലേറ്റ് തന്നെയാണ് ബാന്ദ്രയിലും. അത്തരത്തിലുള്ള ടെംപ്ലേറ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയ്ക്ക് ഒരു ഫോർമുല ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഈ ഒരു മാസ് സിനിമയുടെ ഒരു ഫോർമുല എല്ലാ സിനിമകൾക്കും അനിവാര്യമായൊരു ഫോർമുല ഈ സിനിമയ്ക്കും ഉണ്ടാവും. പക്ഷെ അത് ഈ പറയുന്ന പോലെ ഒരു പാവത്താനായ മനുഷ്യൻ അയാൾ ഈ പറയുന്ന പോലെ അങ്ങനെയൊന്നും അല്ല സിനിമ. അയാൾ ആദ്യം മുതലേ നമ്മൾ സിനിമ കാണിച്ചു തുടങ്ങുന്നത് മുതൽ അയാളുടെ ക്യാരക്ടറിനൊരു പ്രത്യേകതയുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനാണ് എന്ന് കരുതി, സാധാരണക്കാരൻ എന്ന് കരുതി എല്ലാവർക്കും പോയിട്ട് അന്ന പാടെ സാധാരണക്കാരനല്ല എന്ന് കരുതി അടിക്കാൻ പറ്റുന്ന ഒരാളൊന്നുമല്ല. അയാളെ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുന്ന, അല്ലെങ്കിൽ ഒരു നാടിൻ്റെ പ്രശ്നങ്ങൾക്ക് ഇപ്പം നിൽക്കുന്ന ഒരു നാടിൻ്റെ രക്ഷകനെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പ്രശ്നങ്ങളിലൊക്കെ നമ്മളെയൊക്കെ പോലെ ഒരാളാണ്. ഞാനൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ പോയി അവിടെ പോയി ഇടപെടാനുള്ള ശ്രമം പണ്ടൊക്കെ നടത്തുമായിരുന്നു, ഇപ്പോഴല്ല. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ കാണുന്ന നമ്മുടെ നാട്ടിലെ എല്ലാ നാട്ടിലും കാണില്ലേ എല്ലാ പ്രശ്നങ്ങളുടെയും മുന്നിൽ നിൽക്കുന്ന ഒരാളെന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരാളാണ് അയാൾ. അയാൾ പാവം, അയാൾക്ക് ഗതികേട് കൊണ്ട് തിരിച്ചടിക്കുന്നു എന്ന് പറയുന്ന ടെംപ്ലേറ്റ്സിലുള്ള സിനിമയല്ല ഇത്. അതിൽ നിന്ന് നമുക്ക് കുറച്ച് മാറിയിട്ടൊരു ഒന്ന് രണ്ട് റിയൽ ലൈഫ് ഇൻസിഡൻസിൽ നിന്നും ഇൻസ്പയർഡ് ആണ് ഈ സിനിമ. അതുകൊണ്ട് തന്നെ ഇതിനൊരു വ്യക്തമായൊരു റൂട്ടുണ്ട്. ഈ സിനിമ പോകുന്നതിനൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെയാണ് ആ സിനിമ സഞ്ചരിക്കുന്നത്. അതിന് നാളെ ഈ സിനിമ കണ്ടതിന് ശേഷം അത് ക്ലീശയല്ല ഇത് ക്ലീശയല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ക്ലീശ അല്ലായ്മ എന്നൊന്നും പറയാനൊന്നും ഞാനില്ല. പക്ഷെ എന്നാലും ആ വഴികളെ നമ്മൾ കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അത് ടെംപ്ലേറ്റ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആണെന്ന് ചിലപ്പോൾ കാണുന്നവർക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. എനിക്കതിന് ഒരു കൃത്യമായിട്ടൊരു ഫോർമുല ഉണ്ട് എന്ന് പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും ഈ നിങ്ങൾ പറഞ്ഞ തരത്തിലുള്ളൊരു കഥാ ടെംപ്ലേറ്റ്സിലല്ല ഈ സിനിമ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് നായികയുടെ കഥയിൽ നായകന്റെ കഥയും കൂടിയാണെന്ന് പറയുന്നുണ്ട്. അപ്പം നായികയായിട്ട് വരുന്നത് തമന്നയാണ്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് തമന്ന. എനിക്കൊന്ന് ഈ സിനിമയിൽ ഒരു ബോളിവുഡ് ആക്ട്രസ് എന്നുള്ള രീതിയിൽ തന്നെയാണോ ചിത്രീകരിച്ചിരിക്കുന്നത്? അങ്ങനെയാണോ? ആണോ? സംവിധായകനോടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണോ? അതൊരു പക്ഷേ സിനിമ കണ്ടിട്ട് പറയേണ്ട ഒരു ഉത്തരമാണ്. അത് നമ്മളിപ്പം തമന്ന എന്ന് പറയുന്ന ഒരു ആളിനെ ഈ സിനിമയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ സിനിമയിലെ കഥാപാത്രത്തിന്. ഇപ്പം ഈ സിനിമയുടെ കഥാപാത്രത്തിൻ്റെ പേര് താരാ ജാനകി എന്നാണ്. അപ്പോൾ താരാ ജാനകി എന്ന് പറയുന്ന കഥാപാത്രത്തിന് തമന്ന ഭാട്ടിയ എന്ന് പറയുന്ന നടി അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അത്രയ്ക്കും ആപ്റ്റാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും എക്സ്പെൻസീവ് ആയ ഒരു ആക്ടറിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തത്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർ മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു അവർ ആദ്യത്തെ മലയാള സിനിമയാണ്. പക്ഷേ ആദ്യത്തെ മലയാള സിനിമ എന്ന് പറയുമ്പോഴും അവരുടെ സൗന്ദര്യത്തിനേക്കാൾ അപ്പുറത്തേക്കും അവരുടെ ഒരു സ്കില്ല്, അവരുടെ ഒരു അഭിനയത്തിൻ്റെ നല്ല ഒരു മൊമെൻറ്റ്സ് ഈ സിനിമയിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ എങ്ങനെയാണ് തമന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ചത് ഈ ഒരു റോളിലേക്ക്? കാരണം തമിഴിൽ അഭിനയിച്ചിട്ടുണ്ട്, ആദ്യത്തെ മലയാളം സിനിമയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു തമന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ചത്? തമന്നെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കോൺടാക്ട് ചെയ്തൊരു വിവേക് രാമനാഥൻ, ഇവിടുത്തെ തമന്നയുടെ കാര്യങ്ങൾ നോക്കുന്ന കോർഡിനേറ്റർ വഴിയിട്ടാണ്, ഒരു കാസ്റ്റിംഗ് ഏജൻസി വഴിയിട്ടാണ് ഞങ്ങൾ കോൺടാക്ട് ചെയ്തു. ആ സമയത്ത് തമന്ന നമുക്കൊരു അപ്പോയിൻമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബോംബെയിൽ പോയിട്ട് കഥ പറയുകയാണ് ചെയ്യുന്നത്. കഥ കേട്ടപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര
അവർ പറഞ്ഞു ഇത് നമ്മൾക്ക് ചെയ്യേണ്ട ഒരു സിനിമയാണ്, അതെനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സിനിമയാണ് എന്നവർക്ക് തോന്നിയിട്ടുണ്ടാവണം അല്ലെ തോന്നി എന്നവർ പറയുകയും ചെയ്തു. അവർ കഥ കേട്ട് ആ അടുത്ത മൊമെന്റിൽ അല്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു സമയം എടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ശരി ഞാൻ പിന്നെ പറയാമെന്ന് പറയുകയോ ഒന്നും ചെയ്തില്ല. ഞങ്ങൾ ആക്ച്വലി കഥ പറഞ്ഞു, അവർ അന്ന് തന്നെ ആ സിനിമ കമ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അവർ അന്ന് തന്നെ പറഞ്ഞു ഞാൻ ഈ സിനിമ എന്തായാലും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അന്ന് തന്നെ ഞങ്ങൾ ഓണാവുകയാണ് ചെയ്തത്. അത് വളരെ പെട്ടെന്നുള്ളൊരു ഡിസിഷൻ അവരുടെ ഭാഗത്തുനിന്ന് വന്നു കഥ കേട്ടപ്പോൾ. ഇപ്പോൾ റിയൽ ലൈഫ് ഇൻസിഡൻറ്റുമായിട്ട് ഒരുപാട് സാമ്യതകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചില വായനയിൽ നിന്ന് കിട്ടിയതാണ്. അതായത് മുംബൈ അധോലോക നായകൻ ഹാജി മസ്താൻ്റെയും അതുപോലെ തന്നെ ബോളിവുഡ് നടി മധുബാലയുടെയും അവരുടെ പ്രണയകഥയായിട്ട് ചില ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ സിനിമ എടുത്തതെന്ന്. അങ്ങനെ എന്തെങ്കിലും സാമ്യതകളുണ്ടോ? മധുബാലയുടെ ജീവിതമായിട്ടൊന്നും ഈ സിനിമയ്ക്ക് ഒരു സാമ്യമല്ല. അപ്പം ഏത് രീതിയിലുള്ള ആ റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് ഏതാണെന്നുള്ളത് എന്തെങ്കിലും സൂചനകൾ തരാൻ പറ്റുന്നതാണോ, റിവീൽ ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല, റിയൽ ലൈഫ് ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത് ഇന്ന കഥാപാത്രവുമായിട്ട് കണക്റ്റഡ് ആണോ, അല്ലെങ്കിൽ ഈ കഥാപാത്രമായിട്ട് കണക്റ്റഡ് ആണോ, അല്ലെങ്കിൽ ഈ ജീവിച്ചിരുന്നവരായിട്ട് ആരെങ്കിലുമായിട്ട് കണക്റ്റഡ് ആണോ എന്നൊക്കെ നമുക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം. പക്ഷെ ഇതിന് വളരെ എന്താ പറയുക, ഫിക്ഷൻ ബേസ്ഡ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, റിയൽ ലൈഫിൽ നിന്നും ഇൻസ്പയർഡ് ആണ്. നമ്മളെല്ലാ കഥകളും പറയുമ്പോൾ ആരുടെയെങ്കിലും ഒക്കെ ജീവിതത്തിൽ നിന്നും ഇൻസ്പയർഡ് ആയി പോകും. അല്ലെങ്കിൽ നമ്മൾ ഈ കഥ ഇപ്പം ഞാനിപ്പോൾ രാമലീല ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു ഫിക്ഷനാണ് രാമലീല എന്ന് പറയുന്ന സിനിമ. പക്ഷെ ആ കഥ വരുന്ന സമയത്ത് ഇത് ഇൻസ്പയർഡ് അല്ലേ എന്ന് ആളുകൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്ന് പറയുന്നത് പോലെ നമ്മൾ ഓരോ കഥകളും ഉണ്ടാക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ഒക്കെ തോന്നും ഇത് എൻ്റെ ജീവിതവുമായിട്ട് ഇതിന് ഭയങ്കര കണക്ഷൻ ഉണ്ടല്ലോ എന്ന് തോന്നുന്ന സ്വഭാവമാണ്. അത്തരത്തിലുള്ള തോന്നലുകൾ പ്രേക്ഷകർക്ക് ഉണ്ടായേക്കാം. അതൊരു പരിധിവരെ ശരിയുമായേക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഗാങ്സ്റ്റർ നേതാവല്ല ദിലീപിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ സമൂഹത്തിലെ പ്രശ്നങ്ങൾ ഇടപെടുന്ന ആ ഒരു രീതിയിലുള്ളൊരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ മാസ് സിനിമയുടെ നായകൻ്റെ അവതരണത്തിൽ തന്നെ കാലാനുസൃതമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പലപ്പോഴും പണ്ടത്തെ പോലെ ആകാശത്ത് പറന്ന് കിടക്കുന്ന ഒരു മാസ് ഹീറോ അല്ല. ഇപ്പോൾ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന, വളരെയധികം ഒരു പരിധിവരെയെങ്കിലും ലോജിക്കുമായിട്ട് ചേർന്ന് നിൽക്കുന്ന നായകന്മാരെയാണ് ഇപ്പോൾ ഒരു മാസ് ഹീറോ ആയിട്ട് ഇപ്പോൾ പല സിനിമകളിലും അവതരിപ്പിക്കുന്നത്. പ്രേക്ഷകർക്ക് അങ്ങനെയുള്ള നായകന്മാരെയാണ് കാണാൻ ഇഷ്ടം. അവരോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രെയ്റ്റ്സ് നായകനുണ്ടെങ്കിൽ അങ്ങനെയുള്ള നായകന്മാരെയാണ് പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം ദിലീപിൻ്റെ ഈ അല എന്നുള്ളൊരു ക്യാരക്ടറിന് അതിനൊരു റോ ലുക്ക് കൊടുക്കാനായിട്ട് അത് എത്രത്തോളമാണ് ശ്രമിച്ചിട്ടുള്ളത്? ഇതിന് എനിക്ക് അങ്ങനെ ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ള സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ KGF-ഉം അല്ലെങ്കിൽ ലിയോയും വിക്രമും പത്താനും ഒക്കെയും അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്നേക്കുന്ന ജവാൻ എന്ന് പറയുന്ന സിനിമയും ഒക്കെ നിങ്ങൾ പറഞ്ഞ യാതൊരുവിധ സാഹചര്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന സിനിമകളല്ല. ആളുകൾക്ക് ആക്ച്വലി മാസ് ഹീറോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റൊരാൾ ചെയ്ത് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അതുകൊണ്ടാണ് ലൂസിഫറിൽ ലാലേട്ടൻ പോലീസുകാരൻ്റെ നെഞ്ചത്തേക്ക് അല്ല, ഞാൻ 100% ഞാൻ പറഞ്ഞില്ല, ഒരു പരിധിവരെയെങ്കിലും ഒരു പരിധിവരെയും ഇല്ല. അല്ല, പലപ്പോഴും ഈ ചില നടന്മാരുടെ, അതായത് എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് സിനിമയും, ചില നടന്മാരുടെ ഈ മാസ് ഹീറോയിസം കാണിക്കുമ്പോൾ അതിപ്പോഴും പലപ്പോഴും ഈ ട്രോളുകളിൽ അത് വളരെയധികം പ്രചരിക്കുന്നുണ്ട്. ചില ആക്ഷൻ സീക്വൻസുകളും അവരുടെ ഡയലോഗ് ഡെലിവറിയൊക്കെ. അതുകൊണ്ടാണ് ഞാൻ അത് ഉദ്ദേശിച്ചത്. അല്ല, അതെനിക്ക് മനസ്സിലായി. അല്ല, നിങ്ങൾ പറഞ്ഞതിനെ ഞാൻ എതിർക്കുന്നതല്ല. അല്ല, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു മാസ് നമ്മളൊരു എന്റർടൈനർ ആണ് ചെയ്യുന്നത്. സിനിമ ചെയ്യുമ്പോൾ എന്റർടൈനിങ് ആയിട്ടുള്ള നമ്മുടെ മുന്നിൽ കാണുന്ന പ്രേക്ഷകരെ ഈ സിനിമ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഏക ഒരു കടമ്പ അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ. അപ്പം അതിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് സിനിമ ചെയ്യേണ്ടത്. അത് ചിലപ്പോൾ ചില സമയങ്ങളിൽ അത് ലോജിക്ക് വിട്ടു പോകേണ്ടി വരും, ചിലപ്പോൾ ലോജിക്കിൽ നിന്നുകൊണ്ട് പറയേണ്ടി വരും. എന്ന് കരുതി ആളുകളെ മണ്ടന്മാരാക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ഇടിക്കുന്നതിന് 3 പേര് പറന്നു പോകുന്നു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മണ്ടനായിട്ടുള്ള മലയാളികൾക്ക് പെട്ടെന്ന് പറ്റില്ല. ഒരുപക്ഷെ KGF-ലൊക്കെ പറ്റുമായിരിക്കും. കാര്യം ഹീറോയിന് ചൂടെടുക്കുന്നു, കാറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ചോപ്പർ കൊണ്ടുവന്ന് കാറ്റ് കൊടുക്കുന്ന നായകനാണ്. അതൊക്കെ മലയാളത്തിലൊന്നും പ്രാക്ടിക്കലല്ല. അപ്പം നമ്മളത് കണ്ട് കൈയടിച്ചിട്ടുമുണ്ട് അല്ലേ. അപ്പം അതൊന്നും ഈ പറയുന്ന പോലെ അന്യഭാഷകളിൽ നിന്ന് വരുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. മലയാളത്തിൽ അതൊരു പക്ഷേ ഒരു പരിധിവരെയെങ്കിലും ലോജിക്കുമായിട്ട് ചേർന്ന് നിൽക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നായകൻ എന്ന് പറയുന്ന ആള് എൻ്റെ നായകനെ എനിക്കിപ്പം ചില സിനിമകൾ കാണുമ്പോൾ ഞാൻ 1 എന്ന് പറയുന്ന സിനിമ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മമ്മൂക്ക പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ആ മാത്യൂസിൻ്റെ സഹായിക്കാനായിട്ട് ചെയ്യും. ഞാൻ എപ്പോഴും അത് വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ഞാനിത് കാണും. എന്നുവെച്ചാൽ എനിക്കിഷ്ടം, എൻ്റെ ലൈഫിൽ അത് നടന്നാൽ ഞാൻ എന്തോരം സന്തോഷവാനായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ലൂസിഫറിലെ ലാലേട്ടൻ ചവിട്ടുന്ന പോലീസ്. എക്സാക്ട്ലി. അതെന്ന് പറഞ്ഞാൽ ലൈഫിൽ നടക്കുമോ?
നമ്മുടെ ജീവിതത്തിലൊക്കെ നടക്കും. നമ്മളൊരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സീം ചിലപ്പോൾ വരുമായിരിക്കാം, വരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും നടക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പം നമ്മുടെ ലൈഫിൽ നടക്കാൻ സാധ്യത കുറവുള്ള കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന നായകൻ ചെയ്ത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഗൂസ് ബംസിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ മാസിന് ഭയങ്കരമായ ലോജിക്ക് വേണം എന്നൊന്നുമില്ല. അത് ഭയങ്കരമായിട്ട് ലോജിക്കലായിട്ട് തന്നെ പറയണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ലോജിക്കലായിട്ട് പറയാൻ പറ്റിയാൽ അതിനെ മാസിലുള്ള ബ്രില്യൻസ് എന്ന് പറയും, അല്ലെങ്കിൽ അതൊരു വെറും മാസ് മാത്രമായിരിക്കും. അങ്ങനെ ലോജിക്കലായിട്ട് ആ മാസ് പറയാൻ പറ്റിയ അതിനകത്തൊരു ക്ലാസ് ബ്ലെൻഡഡ് ആണ്. അതിനാണ് നമ്മൾ ക്ലാസ് പ്ലസ് മാസ് എന്നൊക്കെ പറയുന്നത്. അത്തരത്തിലൊരു ക്ലാസ് പ്ലസ് മാസ് സിനിമയാണോ ബാന്ദ്ര? ഞാൻ തന്നെ ഇരുന്ന് എൻ്റെ സിനിമ ഭയങ്കര ക്ലാസ് ആണെന്ന് പറയുന്നത് ഭയങ്കര തള്ളലായി പോകും. അപ്പോൾ അത് മാത്രമല്ല, ഇനിയിപ്പം എന്താ പറയാ, അടുത്ത നിങ്ങളുടെ തമ്മനയിലേക്ക് വരാൻ പോകുന്നത് അങ്ങനെ അരുൺ ഗോപിയുടെ തള്ളലെന്ന് പറഞ്ഞിട്ട്. അപ്പം അത്തരത്തിലൊന്നും ഇത് സിനിമ കണ്ട് വിലയിരുത്തേണ്ട ഒരു കാര്യമാണിത്. അത് നമ്മളങ്ങനെ ലോജിക്കുമായി ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഉള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ സിനിമയിൽ. അത് പ്രേക്ഷകരാണ് കണ്ടിട്ട് പറയേണ്ടത്. ഞാൻ തന്നെ ഇരുന്ന് പറയുന്നത് ഭയങ്കര ബ്ലണ്ടർ ആയിരിക്കും. ഇപ്പോൾ ദിലീപ് എന്നൊരു നടൻ്റെ ഒരു വലിയൊരു ഫാൻ ബേസ് എന്ന് പറയുന്നത് കുടുംബ പ്രേക്ഷകരാണ്. പലപ്പോഴും ദിലീപിൻ്റെ വർക്കാവാത്ത സിനിമകൾ പോലും കുടുംബ പ്രേക്ഷകർ തിയേറ്ററിൽ കണ്ട് ആ സിനിമ വിജയിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്തിടെ ഒരു പ്രൊഡ്യൂസർ ഒരു യൂട്യൂബ് ചാനൽ നൽകിയൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു, അതായത് ഈ ഒരു ദിലീപ് കടന്നുപോയ പ്രശ്നങ്ങൾക്ക് ശേഷം ദിലീപിൻ്റെ സിനിമകൾക്ക് കുടുംബ പ്രേക്ഷകർ തിയേറ്ററിൽ വന്ന് കാണാത്തൊരു സാഹചര്യമുണ്ട് എന്ന് പറയുന്നു. എന്താണ് അതിനെക്കുറിച്ച് അരുണിന് തോന്നിയിട്ടുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, ദിലീപ് എന്ന് പറയുന്ന നടൻ ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞതിന് ശേഷം വളരെ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ദിലീപ് എന്ന് പറയുന്ന നടൻ്റെ വർക്കാവാത്ത സിനിമകൾ കുടുംബ പ്രേക്ഷകർ തിയേറ്ററിൽ വന്ന് കണ്ട് വർക്കാക്കി കൊടുത്തിട്ടൊന്നുമില്ല. അങ്ങനെയൊന്നുള്ള ചരിത്രമൊന്നും ആർക്കും അല്ല. വർക്ക് എന്ന് വെച്ചാൽ വലിയൊരു വിജയമായി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, അങ്ങനെ അതൊരു ഫ്ലോപ്പ് ആവാത്ത രീതിയിൽ ഒരു ആവറേജിൽ ആയില്ലെങ്കിൽ അതിൻ്റെ അടുത്ത് വർക്കായി എന്നാണ്. ഈ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം അദ്ദേഹം ചെയ്തേക്കുന്ന സിനിമകൾ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നൊരു 4-5 സിനിമകളായിരിക്കാം ഒരു പക്ഷേ തിയേറ്ററിലേക്ക് എത്തിയേക്കുന്നത്. അതിലൊന്ന് രാമലീലയാണ്. ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഈ പ്രശ്നത്തിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്താണ് രാമലീല എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തേക്കുന്നത്. രാമലീലയുടെ സക്സസ് എന്ന് പറയുന്നത് കുടുംബ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തി എന്നുള്ളതാണ്. അതിനിപ്പോൾ ഞാൻ തന്നെ ദൃക്സാക്ഷികളാണ്. ആ സമയത്തും കുറേ ആളുകൾ പറഞ്ഞു ഞങ്ങളിന്ന് ബംഗാളികളെ കയറ്റിയേക്കാണ് സിനിമ വിജയിപ്പിച്ചതെന്ന് പറഞ്ഞ ആളുകളാണ് ഈ നാട്ടിലുള്ളത്. അപ്പം എല്ലാവരും അല്ല, ചുരുക്കം ചിലരെങ്കിലും. അപ്പോൾ പൊതുജനം പലവിധം എന്ന് പറയുന്ന പോലെ ആളുകൾക്ക് എന്താ പറയാൻ പാടില്ല. ഇപ്പോൾ അവസാനമായി ഇറങ്ങിയ സിനിമയാണ് വോയിസ് ഓഫ് സത്യനാഥൻ. ആ സിനിമയും കുടുംബ പ്രേക്ഷകർ തിയേറ്ററിലെത്തി സിനിമ കണ്ടതാണ്. അതായത് അതിൻ്റെ ഫസ്റ്റ് ഷോയ്ക്ക് കുടുംബ പ്രേക്ഷകരുണ്ടായിരുന്നു, സ്ത്രീകൾ ഉൾപ്പെടുന്ന ആളുകൾ. ഒരു റിവ്യൂ പോലും കേൾക്കാണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിനെ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു പറ്റം പ്രേക്ഷകർ ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. ബാലൻ വക്കീൽ എന്ന് പറയുന്ന സിനിമ ഹിറ്റ് സിനിമയായിരുന്നു. എല്ലാവർക്കും കരിയറിൽ ചെറിയ എന്താ പറയുക ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു അല്ലേ. ഇപ്പോൾ ചില നടന്മാർക്കൊക്കെ ചെറിയ ഇടിവുകൾ സംഭവിക്കുന്നു. അതിൻ്റെ അർത്ഥം അവരുടെയൊക്കെ കുടുംബ പ്രേക്ഷകർ കൈവിട്ടു എന്നല്ല. അതൊരു ചിലപ്പോൾ ആ സിനിമ നന്നാകുക എന്നുള്ളതാണ്. കോണ്ടന്റ് നന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആളുകൾക്ക് എത്തേണ്ട സിനിമയാണെന്നുണ്ടെങ്കിൽ ആളുകൾ പോയി കാണുക തന്നെ ചെയ്യും. അതങ്ങനെ കാണാതൊന്നും ഇരിക്കില്ല. ആളുകൾക്ക് ഇന്ന സിനിമയുടെ വിരോധമൊന്നുമില്ല. സിനിമയെ സ്നേഹിക്കുന്ന ആളുകൾ നല്ല സിനിമകളുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ജയ് 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 ഹേ എന്ന് പറയുന്ന സിനിമയൊക്കെ ഭയങ്കരമായ വിജയം നേടുന്നത് എന്തുകൊണ്ടാണ്? ആ സിനിമ നല്ലതായതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ആളുകൾ കേൾക്കണം. അതിന് ദിലീപ് എന്ന് പറയുന്ന നടന കുടുംബ പ്രേക്ഷകരുടെ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കരുതുന്നില്ല. പിന്നെ നമ്മൾ കുറേ ആളുകൾക്ക് ചിലപ്പോൾ ഇദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന ഈ ഡാമേജുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോൾ ഉണ്ടായ കുറേ ഡാമേജുകൾ ചില ആളുകളെ മനസ്സിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ടാകണം. ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണെന്നും അതല്ലെങ്കിൽ അതൊക്കെ മാറി വരുന്നൊരു കാലം വരുന്ന സമയത്ത് ഇതൊക്കെ മാറ്റി പറയുമായിരിക്കും ആളുകളെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. ഇപ്പോൾ ഈ സിനിമയുടെ ബാന്ദ്രയുടെ സ്ക്രിപ്റ്റ് ഉദയകൃഷ്ണയാണ്. ഇപ്പോൾ പുലിമുരുകൻ പോലെ, രാജാതിരാജ് പോലെ വലിയൊരു മാസ് കമേഴ്ഷ്യലി സക്സസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് എഴുതിയ ഉദയകൃഷ്ണ, പക്ഷേ അദ്ദേഹം ഈ സമീപകാലത്ത് ഒരുപാട് വിമർശനങ്ങൾ നേരിടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നേരിട്ട ഈ വിമർശനങ്ങൾക്കും ഈ പരിഹാസത്തിനും എതിരെയുള്ളൊരു മറുപടി ആയിരിക്കുമോ ഈ ബാന്ദ്ര? അതൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഭയങ്കര ഭയങ്കര മോശമാണ് ചെയ്യുന്നത് ആളുകൾ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള റൈറ്ററാണ് ശ്രീ ഉദയകൃഷ്ണ. അപ്പം അദ്ദേഹത്തിന് 1-2 സിനിമകൾ, ഒരു സിനിമ പരാജയപ്പെടുന്നത് ഒരിക്കലും ഒരു എഴുത്തുകാരൻ്റെ മാത്രം പ്രശ്നം കൊണ്ടല്ല. ഒരു സിനിമയും എഴുത്തുകാരൻ എഴുതിയത് മോശമായതുകൊണ്ട് മാത്രം സിനിമ പരാജയപ്പെടില്ല. ഒരു എഴുത്തുകാരൻ എഴുതുന്ന സിനിമയുടെ കഥയെ ഒരു നായകൻ അത് നല്ലതാണെന്ന് കരുതി തീരുമാനിക്കുന്നിടത്തും അത് നല്ലതാണ് എന്ന് മനസ്സിലാക്കി ഒരു നിർമ്മാതാവ് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നിടത്തും
അത് കൊള്ളാം, ഇതാണ് എനിക്ക് പറയേണ്ട കഥയെന്ന് മനസ്സിലാക്കിയ ഒരു സംവിധായകൻ പറയാൻ തീരുമാനിക്കുന്നിടത്ത് നോക്കിയാണ് ഒരു സിനിമ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം മൊത്തം ഒരു എഴുത്തുകാരനിലേക്ക് കൊണ്ടുവച്ചുകൊണ്ട് ആ എഴുത്തുകാരൻ്റെ പ്രശ്നമാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് നോക്കി. ഇപ്പം ചില റിവ്യൂസിലൊക്കെ അദ്ദേഹത്തിനെ ആക്രമിക്കുന്നത് ഞാൻ കണ്ടു. ശരിക്കും ഭയങ്കര വേദനാജനകവും സങ്കടകരവുമായൊരു കാര്യമാണ്. അപ്പോൾ ഇവരൊക്കെ മനസ്സിലാക്കണം, അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു കുടുംബവും ആളുകളും അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ സ്നേഹിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ കുറിച്ച് മോശം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ടാവും. അവർ ചെയ്ത ഒരു പ്രോഡക്റ്റ് മോശമാണ് എന്ന് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അതൊരാളുടെ, അതായത് കാശ് കൊടുത്ത് സിനിമ കാണുന്നതിൻ്റെ അവകാശമാണ്. അവൻ ആ സിനിമ നല്ലതാണോ മോശമാണോ എന്നൊക്കെ പറയാനുള്ളത്, അതൊക്കെ പറഞ്ഞോട്ടെ, അതിലൊന്നും നമ്മൾ. പക്ഷെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് വളരെ മോശമായി ആക്രമിക്കുന്ന സമയത്ത് അദ്ദേഹം കടന്നു പോകുന്നൊരു മാനസികാവസ്ഥ ഉണ്ടാവും. ഇപ്പം നമ്മൾ ആരെങ്കിലും ഒരു സിനിമ ശരി മോശമായിക്കോട്ടെ എന്ന് കരുതി ചെയ്യില്ലല്ലോ. ഇപ്പം ഞാനിപ്പോൾ 21-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. എന്നുവെച്ചാൽ എൻ്റെ ഭാഗത്തു നിന്നൊന്നും മിസ്റ്റേക്ക് ആണ് എന്ന് ഞാൻ സ്വയം വിലയിരുത്തി ഞാൻ തിരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ എന്നെ ഒരു പറ്റം ആളുകൾ ആക്രമിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് മെൻ്റലി ഡിപ്രസ്ഡ് ആയിപ്പോകും. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. നമ്മളൊന്നും ഈ പറയുന്ന പോലെ ഒരു മോഹൻലാൽ ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ ഒരു നേരിയ നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാഞ്ഞു പോകാം, ഏത് നിമിഷം വേണമെങ്കിലും ചാഞ്ഞു വീണ് പോകാമെന്നൊരു മനസ്സാണ്. ആ മനസ്സും കൈപിടിച്ച് നടക്കുന്ന നമ്മളെപ്പോലുള്ള കലാകാരന്മാരെ ഒക്കെയും ഇവർ വ്യക്തിഹത്യ നടത്തിക്കളയും. പ്രോഡക്റ്റ് മോശമാണെന്ന് പറഞ്ഞോട്ടെ. ഇപ്പം ഞാനൊരു കടയിൽ പോയി ഒരു ചെരുപ്പ് മേടിച്ചു, ആ ചെരുപ്പ് മോശമാണ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവും. എന്ന് കരുതി ആ ചെരുപ്പ് ഉണ്ടാക്കിയ മുതലാളിയുടെ വീട്ടിലിരിക്കുന്നതിനെയും വീണ്ടും മുതലാളിയും ഒക്കെ തെറി പറയുക എന്ന് പറയുന്നത്, അയാളെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അത് തന്നെയാണ് ഈ ഉദയേട്ടൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഉദയേട്ടൻ ഈ പറയുന്ന പോലെ ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു എഴുത്തുകാരനെ പർപ്പസ്ഫുള്ളി ആക്രമിക്കുകയല്ലേ, വേറൊരു തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കൊണ്ടുപോവുകയും അദ്ദേഹത്തിന് അത് എന്തുമാത്രം ബാധിക്കുന്നുണ്ട് എന്നൊന്നും ഇവരാരും ഉദയകൃഷ്ണനായിട്ടുള്ള സംസാരത്തിൽ എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം പൊതുവെ അങ്ങനെയൊന്നും എന്താ പറയുക തന്നിലേക്ക് ഒതുങ്ങിക്കൂടുന്നത്. നമ്മൾ ഈ പുറം ലോകം കാണുന്ന അല്ലെങ്കിൽ പുറം ലോകത്തേക്ക് എഴുതുന്ന ഈ മാസുകൾ എഴുതി ഉണ്ടാക്കിയ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാളല്ല അദ്ദേഹം. പേഴ്സണലി എനിക്കറിയാം, റിസർവ്ഡ് എന്ന് ഞാൻ പറയില്ല, സൗഹൃദങ്ങളിൽ പുള്ളി വളരെ എന്താ പറയുക സംസാരിക്കുകയും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പരാതികളോ അദ്ദേഹത്തിൻ്റെ പരിഭവങ്ങളോ ഒന്നും അദ്ദേഹം അങ്ങനെ പറഞ്ഞ് അങ്ങനെയല്ല. ആള് വിഷമം ഉണ്ടാകണമായിരിക്കണം, മനസ്സുകൊണ്ട് പുള്ളിയിലേക്ക് വിഷമം ഉണ്ടാകണമായിരിക്കാം, പക്ഷെ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളല്ല. പുള്ളിയുടെ ഒരു എന്താ പറയുക, എല്ലാവർക്കും കരിയറിൻ്റെ ഘട്ടങ്ങളിൽ മോശവും നല്ലതുമായ സമയങ്ങളുണ്ടാവും. അത് മനസ്സിലാക്കി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു സുഹൃത്തെന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടതല്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടത്തുന്ന ഈ പറയുന്ന വ്യക്തിഹത്യാപരമായിട്ടുള്ള പരാമർശങ്ങളൊക്കെയും വേദനാജനകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു ഫാൻ ബോയ് മൊമെന്റും കൂടെ ആണല്ലോ ദിലീപിനെ സ്റ്റാർട്ട് ആക്ഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ടീസറിൽ ദിലീപിൻ്റെ പല മൂവ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നു, ഒരു മാസ് ഫീൽ തരുന്ന പല മൂവ്മെൻറ്റ്സും കണ്ടായിരുന്നു. അപ്പോൾ അത്തരം മൂവ്മെൻറ്റ്സ് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഫാൻ ബോയ് മൊമെൻറ്റും കൂടെ ആണല്ലോ. അതെങ്ങനെയാണ് ഒരു പേഴ്സണലി ക്യാമറയുടെ ബാക്കിൽ നിൽക്കുമ്പോൾ ഒരു ഗൂസ് ബംസ് തരുന്നുണ്ടോ, അതോ ഡയറക്ടർ എന്നുള്ള നിലയിൽ ടെൻഷനാണ് ആ സമയത്ത്? എന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന പോലെ ഞാനിപ്പം അദ്ദേഹത്തിനോടൊപ്പം ചെയ്യുന്ന 2ാമത്തെ സിനിമയാണ്. അപ്പം അദ്ദേഹമായിട്ട് എനിക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യവും അടുപ്പവും പേഴ്സണൽ റിലേഷൻഷിപ്പും ഒക്കെയുള്ള ഒരു ആളാണ്. അപ്പം അദ്ദേഹം ചെയ്യുന്ന സിനിമ, ഇപ്പം ഞാനും അദ്ദേഹവും കൂടി ചെയ്യുന്ന സിനിമകളെ മനോഹരമാക്കാനുള്ള ശ്രമവും ഒരു എഫേർട്ടും ഒക്കെയാണ് ആ സമയത്തുണ്ടാകുന്നത്. ഓഫ് കോഴ്സ് നമ്മൾ സ്ക്രീനിൽ നമ്മൾ ഇത്തരത്തിലുള്ള നമ്മൾ കൊറിയോഗ്രാഫി ചെയ്തേക്കുന്ന ഒരു സീൻ അല്ലെങ്കിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ ആഗ്രഹിച്ച രീതിയിലൊരു സിനിമ ചെയ്യാൻ പറ്റുമ്പോൾ അപ്പോൾ എടുത്തു പറയേണ്ടത് നമുക്ക് ഇതിനകത്ത് പ്രൊഡക്ഷൻ ഭയങ്കര ഒരു ക്വാളിറ്റി പ്രൊഡക്ഷൻ ഈ സിനിമയ്ക്കുണ്ട്. ഇപ്പം അജിത്ത് വിനായക എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ്. അപ്പം അദ്ദേഹം നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ആ ഫ്രെയിമിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടൊരു നായകനെയും കൂടി നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റി അത് സ്ക്രീനിൽ കാണുമ്പോൾ സന്തോഷം ഉണ്ടാവും. പക്ഷെ ആ സന്തോഷത്തിലൊന്നും കാര്യമില്ല. കാര്യം ഇതൊരു ഫൈനൽ ഔട്ടായി, ഇത് തിയേറ്ററിലേക്ക് എത്തി, ഇത് വർക്കായാൽ മാത്രമേ ആ ഫാൻ ബോയ് മൊമെൻറ്റ് സംഭവിക്കപ്പെടത്തുള്ളൂ. ആ സമയത്ത് മാത്രമേ അത് സംഭവിക്കപ്പെടുള്ളൂ. അല്ലാതെ ഞാനിരുന്നിട്ട് ഉഗ്രനായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തു, ഞാൻ ഉഗ്രനായിട്ട് എഡിറ്റ് ചെയ്തു, അങ്ങനെ ആരൊക്കെ അവകാശപ്പെട്ടാലും അതൊന്നും കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊക്കെ ഒരു ഫൈനൽ പ്രോഡക്റ്റായിട്ട് തിയേറ്ററിലേക്ക് എത്തണം. ആ സമയം ഇപ്പം എനിക്ക് ചില സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഷോട്ടുകളുണ്ടാവും, പക്ഷെ അതെനിക്ക് ചിലപ്പം ഉൾപ്പെടുത്താൻ പറ്റിയെന്ന് വരില്ല. എഡിറ്റർ ചിലപ്പോൾ അത് തൂക്കണമെന്ന് പറയും, അല്ലെങ്കിൽ എടോ ഇതിങ്ങനെ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പറയുന്ന സമയത്ത് നമുക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട്
ആ മൊമെൻറ്റിൽ അങ്ങനെ ഒരു ഫാൻ ബോയ് മൊമെൻറ്റ് ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ തിയേറ്ററിലേക്ക് എത്തി, അത് ആളുകളിലേക്ക് എത്തി, ഞാൻ ആഗ്രഹിച്ച റിയാക്ഷൻ എനിക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അതായിരിക്കാം ഏറ്റവും നല്ല മൊമെൻ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിനൊരു ഫാൻ ബോയ് മൊമെൻ്റ് എന്നോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറുടെ ഒരു ഹാപ്പിനെസ് എന്നോ എന്ത് വിളിച്ചാലും അത് ആ തിയേറ്ററിൽ മാത്രം സംഭവിക്കുന്ന ഒരു മാജിക്കാണ്. അതുകൊണ്ടാണല്ലോ നമ്മളെപ്പോലുള്ള സംവിധായകർ OTT-യിലേക്ക് പടം വരണം, അല്ലെ തിയേറ്ററിലേക്ക് പടം വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് തിയേറ്ററാണ് അൾട്ടിമേറ്റ്ലി. ഇപ്പം ഈ റിവ്യൂസിൻ്റെ ആൾക്കാരായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പ്രോഡക്റ്റ് അത്രയും മോഹിച്ചാണ് തിയേറ്ററിലേക്ക് എത്തിക്കുന്നത്. ആ സമയത്ത് അതിനൊരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കൂ എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. ചിലപ്പോൾ ഇപ്പം ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പല സിനിമ, അനിയത്തി പ്രാവ് എന്ന് പറയുന്ന ഒരു സിനിമ, ആദ്യ ദിവസങ്ങളിലൊക്കെ ആ സിനിമ ഇങ്ങനെ വന്നു, മോശം അഭിപ്രായമൊക്കെ വന്നു. പക്ഷേ നിറത്തിന് അങ്ങനെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയുന്ന ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമ റീസെൻ്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എബ്രിഡ് ഷാൻ്റെ സിനിമയാണ്. അതിന് തുടക്കത്തിലൊക്കെ മോശം അഭിപ്രായം വന്നു. പക്ഷെ ഒരു ബ്രീത്തിങ് സ്പേസും ഒരു ബ്രീത്തിങ് പീരീഡും കിട്ടിയപ്പോൾ ആ സിനിമ കയറിപ്പോയി എന്ന് പറയുന്നത്. അത് ഇപ്പം എല്ലാ സിനിമകളിലും അത് സംഭവിക്കണമെന്നൊന്നുമില്ല, പക്ഷെ അത് കിട്ടുകയാണെങ്കിൽ കുറച്ചൊരു ബെറ്റർ ആയിരിക്കും. കാര്യം കോമ്പറ്റീഷൻ കൂടുതലാണ്. നമ്മൾ മലയാള സിനിമകളോട് മാത്രമല്ലല്ലോ നമ്മൾ മുട്ടിയത്. നമ്മളൊരു 10 കോടിയോ 15 കോടിയോ ഒക്കെയാണ് മലയാളത്തിൻ്റെ ഒരു മിനിമം ബഡ്ജറ്റ് സിനിമകളുടെ ഒരു ബഡ്ജറ്റ്. അല്ലെങ്കിൽ ഒരു 6 കോടി രൂപ 5 കോടി രൂപയ്ക്കൊക്കെയാണ് സിനിമകൾ വരുന്നത്. ഈ സിനിമകൾ പോയിട്ട് 500 കോടി 400 കോടി രൂപയുടെ ബഡ്ജറ്റുള്ള സിനിമകളുമായിട്ട് മുട്ടി നിൽക്കാനാണ് ഇവിടെ വരുന്നത്. ആ സമയത്ത് മലയാള സിനിമയ്ക്ക് ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കുമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അത് റിവ്യൂ ചെയ്യണ്ട എന്നൊരു അർത്ഥമേ അതിനില്ല. അതായത് ആദ്യ ദിവസത്തും റിവ്യൂ ചെയ്യാതെ 2-3 ദിവസം റിവ്യൂ ചെയ്തോളൂ. നിങ്ങൾ ആദ്യ ദിവസമോ 2ാമത്തെ ദിവസമോ റിവ്യൂ ചെയ്തോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞോളൂ. പക്ഷെ ഭയങ്കരമായിട്ട് നിങ്ങൾ മറ്റാരും കാണരുത്, നിങ്ങളുടെ കാശ് പോവും, നിങ്ങൾ അങ്ങനെയൊക്കെ എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് പോയി കണ്ടോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളോട് നിങ്ങൾ പോയി ചോദിച്ചിട്ട് നിങ്ങൾക്ക് ആ സിനിമ കാണാൻ പോവാതിരിക്കുകയോ ചെയ്യാം. ഇന്ന് നമ്മൾ എതിരഭിപ്രായക്കാരൊന്നും അല്ലല്ലോ. പക്ഷെ പലർക്കും പലതരം അഭിരുചികളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പല സിനിമകളും എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള സിനിമകളൊന്നും നിങ്ങളുടെ അവിടെയാണ് ഞാനൊരു ചോദ്യം. അതായത് നമ്മളിപ്പോൾ വലിയൊരു സക്സസ് എന്നുള്ളൊരു സിനിമയെ ഈ റിവ്യൂസ് ബാധിക്കാറില്ല. പക്ഷെ ഒരു ആവറേജ് എന്നുള്ള ചില സിനിമകളുണ്ടല്ലോ, ചിലപ്പോൾ അത് മിക്സഡ് റെസ്പോൺസ് വരുന്ന സിനിമകൾ. ചിലപ്പോൾ ഇതുപോലെ അരുണിന് ഇഷ്ടപ്പെട്ട സിനിമ ആയിരിക്കില്ല എനിക്കിഷ്ടപ്പെട്ട സിനിമ. ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ട സിനിമ ചിലപ്പോൾ വേറെ ആൾക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പോൾ അതായത് ഈ മിക്സഡ് റെസ്പോൺസ് വരുന്ന സിനിമകളെയാണോ ഈ റിവ്യൂസ് ബാധിക്കുന്നത്? ഒരു ഭയങ്കര സക്സസ് ആയ സിനിമകൾ ഒരിക്കലും റിവ്യൂ കൊണ്ട് തകർക്കാൻ പറ്റില്ല. ഇത്തരം സിനിമകളെയാണോ ഈ റിവ്യൂ കൊണ്ട് എഫക്റ്റ് ആകുന്നത്? ഡെഫിനറ്റ്ലി. നമുക്ക് ഈ പറയുന്ന പോലെ ഇപ്പം ഒരു ഭയങ്കര വലിയ സിനിമയ്ക്കെതിരെ ഇപ്പോൾ റിവ്യൂ പറഞ്ഞു, ഇപ്പോൾ ലിയോയ്ക്കെതിരെ റിവ്യൂ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ലിയോയ്ക്കൊന്നും സംഭവിക്കില്ല. അതൊരു വലിയ സിനിമയാണ്. അതിനെതിരെ എന്ത് റിവ്യൂ പറഞ്ഞാലും അതിനെതിരെ ഒന്നും സംഭവിക്കാനൊന്നുമില്ല. പക്ഷേ അല്ലാതെ ഇപ്പം ഞാനൊരു ഇതായിട്ട് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞതാണ്. അതായത് ഇന്ന് നമ്മുടെ ബാൻഡ്രയുടെ ടീസർ വരുന്ന സമയത്ത് ടീസറിന് റിവ്യൂ ചെയ്ത് നെഗറ്റീവ് പറഞ്ഞ ആളുകളുണ്ട്. ഭയങ്കര മോശം ടീസറാണ് ഇത്, ഈ സിനിമ മറ്റേ ക്ലീഷേ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ടീസറിനെതിരെ റിവ്യൂ പറഞ്ഞവരുണ്ട്. എന്താണ് അവരുടെ ചെയ്തു ചെയ്യാനും? എന്താണ് അവർക്ക് മനസ്സിലാവുന്ന ടീസർ കണ്ടിട്ട്? അതായത് ടീസർ കണ്ടിട്ട് ടീസറിനല്ല അവർ പറയുന്നത്, ടീസർ കണ്ടിട്ട് അവർ സിനിമയെക്കുറിച്ച് പറയുകയാണ്. ഈ സിനിമ ഒരു യൂഷ്വൽ എന്താ പറയുക, മറ്റേ ബോംബ് പടം എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ടീസർ കണ്ടിട്ട് സിനിമയെ റിവ്യൂ ചെയ്യണം. അത് ഭയങ്കര പേർപ്പസ്ഫുള്ളി അല്ലേ? അത് ഭയങ്കര എന്താ പറയുക, അത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയല്ലേ? അതാ പറയുന്നത്. അപ്പം അതെന്തോ ഒരു എന്തെങ്കിലും ഒരു അജണ്ട വെച്ചിട്ടായിരിക്കാം ഒരു പക്ഷെ അത് ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കുറച്ചൊരു ബ്രീത്തിങ് സ്പേസ് കൊടുത്തുകൊണ്ട് റിവ്യൂ ചെയ്യൂ എന്ന് പറയുന്നത്. ചിലപ്പം മിക്സഡ് റിവ്യൂ വരുന്ന സിനിമകളെ ആയിരിക്കാം റിവ്യൂസ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. എന്നാലുപരി ഈ പറയുന്ന റിവ്യൂ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഫാൻ ബേസ് ഉണ്ടാവും. അവർ പറയുന്നതിനനുസരിച്ച് ആളുകൾ ചിലപ്പോൾ സിനിമ കാണാൻ വരാതിരുന്നേക്കാം. അപ്പോൾ അത് വലിയ സിനിമകളെയും ഒക്കെ ഇൻഡസ്ട്രി അത് ബാധിക്കുന്നുണ്ട്. നമ്മളെ ഇൻഡസ്ട്രി ഇത് ബാധിക്കുന്നില്ലെങ്കിൽ ആരും വന്നിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കാനൊന്നും വരില്ലല്ലോ. ഇതൊരു പരിധിവരെ ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറുന്നതുകൊണ്ടല്ലേ നമ്മൾ ഇതിനെപ്പറ്റി അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ബാന്ദലൊരു ടീസറാണ് ഇപ്പോൾ വന്നത്, 2 കട്ട്സ് ടീസറായിട്ട് വന്നു. ഇപ്പോൾ കേരളത്തിലെ പ്രമുഖനായ ഒരു തിയേറ്റർ ഓണർ എന്നോട് പറഞ്ഞത് ഇപ്പം മലയാള സിനിമകൾ
ഒരു വലിയ രീതിയിലൊന്നും മാർക്കറ്റ് ചെയ്യപ്പെടുന്നില്ല, അതിൻ്റെ പ്രൊമോഷൻ അത്ര പോരാന്നാണ്. പക്ഷേ ഈ ദിലീപ് സിനിമകളുടെ ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ മികച്ച രീതിയിലുള്ള പ്രൊമോഷനും മാർക്കറ്റിങ്ങുമാണ് ദിലീപിൻ്റെ മിക്ക സിനിമകൾക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അത് ഏറ്റവും മികച്ച മാർക്കറ്റിംഗ് എനിക്ക് തോന്നുന്നു രാമലീലയാണെന്ന് തോന്നുന്നു. ദിലീപിൻ്റെ ആ കടന്നുപോയ സിറ്റുവേഷൻസുമായിട്ടുള്ള ട്രെയിലർ കട്ട്സും ടീസറൊക്കെ നല്ല രീതിയിലുള്ളൊരു മാർക്കറ്റിംഗ് ആ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാന്ദ്രയിലേക്ക് വരികയാണെങ്കിൽ ട്രെയിലർ ഉണ്ടായിരുന്നില്ല, ടീസറിൻ്റെ 2 കട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മാർക്കറ്റിംഗ്, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം മാത്രമാണോ ഇതിൻ്റെ ഒരു പ്രൊമോഷനും മാർക്കറ്റിങ്ങും എല്ലാം ഡിസൈൻ ചെയ്യുന്നത്, അതോ അരുണും ദിലീപും എല്ലാം നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇൻപുട്സ്, അതെങ്ങനെയാണ് നിങ്ങൾ അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? രാമലീലയെ മാർക്കറ്റ് ചെയ്തത് നമ്മളല്ല. രാമലീലയെ മാർക്കറ്റ് ചെയ്തത് ഈ നാട്ടിലെ മീഡിയകളാണ്, നിങ്ങൾ ഉൾപ്പെടുന്ന മീഡിയാസാണ് രാമലീലയെ മാർക്കറ്റ് ചെയ്തത്. ട്രെയിലർ കട്ട്സിലൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് ആ സമയത്ത് അത് കണക്ട് ചെയ്ത് പ്രൊഡ്യൂസറും ഞാനും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീം എല്ലാവരും കൂടി, സച്ചേട്ടനെ കാണുന്ന ഒരു ടീം എല്ലാവരും കൂടി ചേർന്നിട്ടാണ് അതിനെ ഒരു എപ്പോഴും ഒരു സിനിമയുടെ മാർക്കറ്റിംഗ് ആ ടീമിൻ്റെയും കൂടി ഒരു ഐഡിയോളജിയിൽ നിന്നായിരിക്കും. ആ ടീമിനും കൂടി പറയാനുള്ള കാര്യങ്ങളായിരിക്കും ആ മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ. അത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ആളുകൾ മാത്രം മാർക്കറ്റ് ചെയ്താൽ എല്ലാ സിനിമയും ഒരുപോലെ മാർക്കറ്റ് ചെയ്യപ്പെടും. ഒരു ടീമിൻ്റെയും കൂടെ ഇൻപുട്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ സിനിമയ്ക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻപുട്സും പരിപാടികളും പോകുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ബാൻഡ്രയും ഈ പറയുന്ന പോലെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, ഒരു ടീസർ 2 കട്ട്സ് ആയിരുന്നല്ലോ, ഒരു ട്രെയിലർ എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നില്ല. ട്രെയിലർ ഉണ്ടായില്ല. മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണോ? അയ്യോ, അങ്ങനെയൊന്നുമല്ല. മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടൊന്നുമല്ല. ഒരു 2 ടീസർ ആക്ച്വലി ടീസർ എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ വരുന്നത് വെച്ചാൽ 30 സെക്കൻഡോ 40 സെക്കൻഡോ ഉള്ളത്. ഇത് 2-1.5 മിനിറ്റിന് മുകളിലുള്ള 2 ടീസർ. അത് ആക്ച്വലി ട്രെയിലർ പോലത്തെ 2 ടീസേഴ്സാണ് വന്നേക്കുന്നത്. അപ്പോൾ ഓൾറെഡി സിനിമയുടെ നിങ്ങളൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ പോലെ കഥാപശ്ചാത്തലം മനസ്സിലാവുന്ന തരത്തിലേക്ക് 2 ടീസർ വന്നു. ഇനിയൊരു ട്രെയിലർ വേണമോ എന്ന് ഞങ്ങൾ ആലോചിക്കുകയാണ്. അതാണ് സംഭവം. ഇപ്പോൾ നമ്മൾ ഈ ടീസർ കണ്ടപ്പം ഒരു പേര് കണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. അതെ, ആ പേര് ഇപ്പോൾ മലയാളികൾക്കിടയിൽ ഭയങ്കര ഒരു ഫാൻ ബേസ് തന്നെ ഉണ്ട്. അൻപറവിന് സ്റ്റാർഡേക്സിന് ശേഷമാണ് അതിൻ്റെ ഒരു ഇത് കൂടിയത്. അപ്പോൾ അൻപറവ് എങ്ങനെയാണ് ഈ ഇതിൻ്റെ ആക്ഷൻ സീക്വൻസ് എങ്ങനെയായിരിക്കും? ബാന്ദ്രയുടെ ഒരു ആക്ഷൻ സീക്വൻസ് മലയാള സിനിമ ഇതുവരെ കാണാത്ത പുതിയ രീതിയിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് നമുക്ക് ബാന്ദ്രയിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതൊന്നുമില്ല. അങ്ങനെ മലയാള സിനിമ ഇന്ന് വരെ കാണാത്ത, മലയാള സിനിമ എങ്ങനെ ഇന്ന് വരെ കാണാത്ത? നായകനെ ഇടിക്കാനോ ചവിട്ടാനോ തൊഴിക്കാനോ ഒക്കെ അല്ലേ പറ്റൂ, അല്ലെങ്കിൽ വെടിവെക്കാനൊക്കെ അല്ലേ പറ്റൂ. ഇതൊക്കെ മലയാള സിനിമ കണ്ടിട്ടുണ്ട്. കാണാത്തതായിട്ട് എന്താ മറ്റേ ചോപ്പറിൽ നിന്ന് ചാടി ഇറങ്ങി അങ്ങനെയൊന്നുമില്ല. ഇതൊരു നമ്മൾ കണ്ടിട്ടുള്ള പോലെ. പക്ഷേ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ ആക്ഷൻ്റെ പിന്നിലും ഒരു റീസൺ ഉണ്ടാവണം, ഒരു വ്യക്തമായിട്ടുള്ളൊരു ഇമോഷൻ ഉണ്ടാവണം. ഒരു ഡ്രാമ വർക്ക് ആവുന്നിടത്തോ ആ ഡ്രാമയുടെ ഡ്രാമ തീരുന്നിടത്തുനിന്ന് വേണം ഒരു ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പൂർണ്ണമായൊരു ഡ്രാമ ആക്ഷൻ്റെ പിന്നിലുണ്ടാവണം. അങ്ങനെ ഈ സിനിമയിലെ ഓരോ ഫൈറ്റുകൾക്കും കൃത്യമായൊരു ഡ്രാമ ഉണ്ടാവും, കൃത്യമായിട്ടൊരു ഇമോഷൻ ഉണ്ടാവും. ആ ഇമോഷൻസിനെ കൺവേ ചെയ്യാൻ മാത്രമാണ് ഈ സിനിമയിലെ ആക്ഷൻസ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ ഒരു കാര്യവുമില്ലാതെ ചുമ്മാ മാസ് കാണിക്കാൻ വേണ്ടി നായകൻ വരുന്ന ഉടനെ വന്ന് ഇരിക്കുന്നു, അത്തരത്തിലൊരു ഇടി ഒന്നും ഈ സിനിമയിലില്ല. ഈ സിനിമയിലുള്ള എല്ലാ ആക്ഷൻസും, ഈ സിനിമയിൽ എനിക്ക് 5 ആക്ഷൻസ് ആണുള്ളത്. ഈ 5 ആക്ഷൻസിൻ്റെയും പിന്നിൽ കൃത്യമായ റീസൺസ് ഉണ്ട്. അത് നമ്മൾക്കൊരു പക്ഷേ കാണുന്ന പ്രേക്ഷകർക്കും അവിടെ അടി ആവശ്യമായിരുന്നു എന്ന് തോന്നുന്നിടത്താണ് ഞങ്ങൾ അടി ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് തിയേറ്ററിലാണ് ഞാൻ പറഞ്ഞില്ല, ആദ്യന്തികമായ റിസൾട്ട് വരേണ്ടത് തിയേറ്ററിൽ നിന്നാണ്. അപ്പോൾ അത്തരത്തിലാണ് മനസ്സിലാക്കിയേക്കുന്നത്. അത്തരത്തിൽ എല്ലാ ഒരു റീസൺ ഉള്ള ആക്ഷൻസാണ് സംഭവിച്ചിരിക്കുന്നത്. അത്തരത്തിലാണ് അതിന് പക്ഷേ എനിക്ക് തോന്നുന്നു അതായിരിക്കാം ഈ സിനിമയിൽ ആക്ഷനുള്ളൊരു പ്രാധാന്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അല്ലാതെ ഭയങ്കര വലിച്ചു നീട്ടിയ ആക്ഷൻസുകളോ അങ്ങനെയൊന്നുമല്ല. എനിക്കതൊരു ക്ലൈമാക്സ് ഫൈറ്റ് ഉണ്ട്. അത് കുറച്ച് അൻപറവ് എനിക്ക് തോന്നുന്നൊരു 10-12 ദിവസം കുറേ ആയിരക്കണക്കിന് ആളുകളുമൊക്കെയുള്ള ഈ ഗുജറാത്തിൻ്റെ ഉൾപ്രദേശമായ സിദ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഷൂട്ട് ചെയ്തേക്കുന്നതാണ്. അത് ഭയങ്കര എക്സ്പെൻസീവായിട്ട് ഷൂട്ട് ചെയ്തൊരു ക്ലൈമാക്സ് പോർഷനുണ്ട് ഈ സിനിമയിൽ. അത് നന്നായി ഷൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പോർഷനാണ്. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അതും ഈ ആത്യന്തികമായിട്ട് തിയേറ്ററിലെത്തിയതിന് ശേഷം മാത്രം പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. അല്ലാതെ നമുക്കതിനെപ്പറ്റി ഇവിടെ ഇരുന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. പിന്നെ എടുത്തു പറയേണ്ട ആളാണ് സാം CS. സാമിൻ്റെ മ്യൂസിക് ഭയങ്കര നല്ലതാണ്. സാം വിക്രം വേദയും കൈദിയും ഒക്കെ ചെയ്തത് സാമാണ് തമിഴിലൊക്കെ. മലയാളത്തിൽ എനിക്കൊന്ന് ആബീക്സം അങ്ങനെ 2 സിനിമകൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് സാം ഭയങ്കര നന്നായിട്ടാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. സാമും ഞാനും തമ്മിലുള്ള നിരന്തരമായ മൽപ്പിടുത്തവും ഒക്കെ ആയിട്ട്, അല്ല മൽപ്പിടുത്തം സൗഹൃദപരമായ മൽപ്പിടുത്തങ്ങളൊക്കെയാണ്.
ആയിട്ട് നന്നായിട്ട് സാമിൻ്റെ ഒരു നല്ല ക്വാളിറ്റി വർക്കായിരിക്കണം ഈ സിനിമയിലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാമാണെങ്കിലും വിവേകഹർഷനാണെങ്കിലും ഷാജികുമാർ ക്യാമറാമാൻ്റെ ആണെങ്കിലും ഒക്കെ ഒരു ക്വാളിറ്റി വർക്കാണ് ഈ സിനിമയിൽ ഉണ്ടാകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉദയേട്ടൻ്റെയും ഒരു നല്ല സ്ക്രിപ്റ്റ് ആയിരിക്കും ഈ സിനിമയിലെന്ന് ഞാൻ ഈ ഫൈറ്റ് സീക്വൻസ് ഈ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യാറുണ്ടോ? ഡെഫിനറ്റ്ലി. ഫൈറ്റ് ഒന്നും ചുമ്മാ അങ്ങനെ പൊട്ടി മുളകത്തൊന്നുമില്ലല്ലോ. ഫൈറ്റിന്റെ ഡീറ്റെയിലിംഗ് സ്ക്രിപ്റ്റിൽ ഉണ്ടാവാറുണ്ടെന്നാണ്. ഫൈറ്റിന്റെ ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, അതുണ്ടാവില്ല. അതൊരു ഒരു ആക്ഷൻ ഘട്ടം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് ഡയറക്ടറിന്റെ വിഷൻ തന്നെയല്ലേ? കാരണം ഡയറക്ടറിന്റെ മാത്രമല്ല, ഇതിപ്പം എൻ്റെ മാത്രം വിഷൻ അല്ല സിനിമ. എൻ്റെ ഇൻപുട്സുകൾ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഞാനായിരിക്കാം ഒരുപക്ഷെ അവസാനമായി ഇതിനകത്തൊരു തീരുമാനം എടുക്കേണ്ടത് എന്നത് ഒഴിച്ചാൽ ഇത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്താ പറയുക ക്യാമറാമാനും റൈറ്ററും എല്ലാവരുടെയും ഒരു ഗ്രൂപ്പായിട്ടുള്ളൊരു ഡിസ്കഷനിലാണ് ഇതിൻ്റെ ഓരോ എപ്പിസോഡുകളും ഉണ്ടാകുന്നത്. അല്ലാതെ ഞാൻ മാത്രം പോയിരുന്ന് വീട്ടിൽ ഇരുന്ന് റൂം അടച്ചിരുന്നിട്ട് ഇതിങ്ങനെ ചെയ്യാമെന്നൊരു തീരുമാനത്തിൽ നിന്ന് നല്ല സിനിമ ഉണ്ടാകും. ഇതെല്ലാവരുടെയും ഒരു ഗ്രൂപ്പ് ഡിസ്കഷനാണ്. അതുകൊണ്ടാണ് എല്ലാവരുടെയും എഫേർട്ട്. ക്യാമറാമാൻ്റെ ടീമുകളുടെ എഫേർട്ടുണ്ട്, എൻ്റെ ടീമിൻ്റെ എഫേർട്ടുണ്ട്, റൈറ്ററിൻ്റെതായ കൂടെയുള്ള ആളുകളുടെയും ഒക്കെ എഫേർട്ടുകളുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ഒരു ഗ്രൂപ്പായിട്ടുള്ളൊരു എഫേർട്ടിൽ നിന്നാണ് ഇത്. അതുപോലെ ആക്ഷൻ കൊറിയോഗ്രാഫി ഇപ്പം അൻവറുമാണ് ചെയ്യുന്നതെങ്കിൽ അൻപിൻ്റെയും അറിവിൻ്റെയും എന്താ പറയുക ഇൻപുട്സുകളാണ് ഫൈറ്റിലെ ഓരോ പോർഷനും പോകുന്നത്. അവർക്ക് നമ്മൾ കഥ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ അവർക്ക് വ്യക്തമായൊരു ധാരണയുണ്ട്. അവർക്ക് ആ ധാരണയിൽ നിന്ന് കൂടിയൊക്കെയാണ് ആക്ഷൻ സീക്വൻസ് ഉണ്ടാകുന്നത്. അതിനകത്ത് അൻവറിന് കൂടാതെ നമ്മൾ ഇതിനകത്ത് ഫീനിക്സ് പ്രഭു എന്ന് പറയുന്ന ഒരു നല്ല ഭാവിയിൽ നന്നായിട്ട് വരാൻ സാധ്യതയുള്ളൊരു ആക്ഷൻ കൊറിയോഗ്രാഫറാണ് ഫീനിക്സ് പ്രഭു. ഫീനിക്സിൻ്റെയും നമ്മുടെ മാഫിയ ശശിയുണ്ട്, രാജശേഖരൻ മാസ്റ്റർ ഇതിനകത്തൊരു ഫൈറ്റ് സീക്വൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേറെയും ഒക്കെ ഈ പറയുന്ന ഇത്തരം ഫൈറ്റ് മാസ്റ്റേഴ്സിൻ്റെ ആക്ഷൻ സീക്വൻസുകളും ഒക്കെ പാണ്ഡ്യൻ എന്ന് പറഞ്ഞിട്ടൊരു ഫൈറ്റ് മാസ്റ്റർ പളനി എന്ന് പറഞ്ഞിട്ട് ഫൈറ്റ് മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവരൊക്കെ ആക്ഷൻ സീക്വൻസ് ഈ സിനിമയിലുണ്ട്. ഇപ്പം ദിലീപിൻ്റെ ഒരു മാസ് ഫീൽ തരുന്ന സിനിമകൾ ഇപ്പം രാമലീലയ്ക്ക് മുന്നേ ഇപ്പം ഡോണും റൺവേ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദിലീപിൻ്റെ ഏറ്റവും മികച്ച രീതിയിലൊരു മാസ് ഫീൽ നൽകിയത് രാമലീല എന്നുള്ള സിനിമയാണ്. അപ്പോൾ ഇപ്പം ദിലീപിൻ്റെ ഫാനായതുകൊണ്ട് കൂടെ ചോദിക്കുകയാണ്, ദിലീപിൻ്റെ സിനിമകൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാസ് ഫീൽ നൽകുന്ന സിനിമകൾ രാമലീലയുടെ പേര് പറയല്ലേ, മറ്റ് സിനിമകൾ ഏതൊക്കെയാണെന്ന് അറിയാം. എനിക്ക് റൺവേ ഇഷ്ടമാണ്. ഞാൻ ഭയങ്കരമായിട്ട് ഹ്യൂമർ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഹ്യൂമർ? ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം അരുൺ ഗോപി വളരെ സീരിയസ് ആയിട്ട് ഇപ്പം ഫേസ്ബുക്കിൽ സാമൂഹ്യ വിഷയങ്ങളെ കുറിച്ച് പോസ്റ്റ് ഇടും, സംസാരിക്കും, പക്ഷേ സ്വകാര്യതയിൽ ഭയങ്കരമായിട്ട് ചളി പറയുന്ന ഒരാളാണെന്ന്. എന്നിട്ടൊരു ഹ്യൂമർ പടം ഇതുവരെ എടുത്തിട്ടില്ലല്ലോ. അല്ല, ഞാൻ ആക്ച്വലി ഞാൻ എന്ത് പറയുന്നത്, ഹ്യൂമർ പടം എടുക്കാത്തതല്ല. ഞാനിപ്പോൾ ആദ്യത്തെ സിനിമ ചെയ്യുന്ന രാമലീലയല്ലേ. രാമലീല ചെയ്തതിന് ശേഷം ഞാൻ സ്വാഭാവികമായിട്ടും എനിക്ക് അങ്ങനെ ഒരു ഇമേജ് വന്നു. ഞാൻ ഉണ്ടാക്കിയ ഇമേജ് ഒന്നുമല്ല, ഒരുപക്ഷെ ഞാനൊരു ആദ്യത്തെ പടം ഗൗരവക്കാരനാണെന്നുള്ള ഇമേജിലേക്ക് ഞാൻ വന്നു. ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ ഭയങ്കര ചളിയൊക്കെ പറയുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ അത് എൻ്റെ ക്ലോസ് സർക്കിളിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതാണ് കാര്യം. അപ്പം ഹ്യൂമർ സിനിമകളിലാണ് എനിക്ക് സി ഡി മൂസയൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള സിനിമ. അതേസമയം എനിക്ക് പുള്ളിയുടെ കഥാവശേഷൻ എന്ന് പറയുന്ന സിനിമ ഇഷ്ടമാണ്. അങ്ങനെ കുറേ സിനിമകളുണ്ട് എനിക്ക്. പുള്ളിയുടെ മീശമാധവൻ ഇഷ്ടമാണ്, കുറേ സിനിമകൾ എനിക്കിഷ്ടമാണ്. ഞാൻ പണ്ട് മുതലേ പുള്ളിയുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാ സിനിമകളും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ ഞാൻ ചെയ്യുന്ന സിനിമകളിൽ പുള്ളിയുടെ കണ്ടു പരിചിതമായ എക്സ്പ്രഷൻസുകൾ മാറ്റാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സിനിമയിലും അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ? ശ്രമം നടത്തിയിട്ടുണ്ട്. എത്രത്തോളം വിജയിച്ചതെന്നൊന്നും അറിയില്ല, പക്ഷെ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്ഥിരമായിട്ട് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ദിലീപ് ഇങ്ങനെ ആയിരിക്കും, ഒരു എക്സ്പ്രഷൻ ആയിരിക്കും വരുന്നു എന്ന് പറയുന്നിടത്തേക്ക് അങ്ങനെ വരാതിരിക്കാനുള്ള ശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ എല്ലാ ചേട്ടാ ഇങ്ങനെ നമുക്ക് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി ഭയങ്കര കോപ്പറേറ്റീവ് ആക്ടറാണ്. പുള്ളി എപ്പോഴും ഡയറക്ടേഴ്സ് ആക്ടറാണ്. അപ്പോൾ പുള്ളി നമ്മൾ പറയുന്ന സജഷൻസിന് വാല്യൂ തരുന്ന ആളാണ്. അദ്ദേഹം ഒരിക്കലും എന്താ പറയുക, അങ്ങനെയല്ല ഇങ്ങനെയല്ല, കൺവിക്ഷനോടുകൂടി ചില ആക്ടേഴ്സ് ഉണ്ട്, അവർ ഒരു ക്യാരക്ടർ കിട്ടി കഴിഞ്ഞാൽ അവരവരുടെ ഒരു പ്ലാനുമായിട്ട് വരും. ആ പ്ലാൻ തന്നെ വന്ന് അഭിനയിക്കാൻ ശ്രമിക്കും. അപ്പം നമ്മൾ പറയുമ്പോഴത്തേക്കും അവരുടെ പ്ലാനും നമ്മുടെ പ്ലാനും തമ്മിൽ ക്ലാഷ് ആവും. ഒരിക്കലും രണ്ട് മനുഷ്യനെ ഒരേപോലെ ചിന്തിച്ച് പ്രാവർത്തികമാക്കുക വളരെ റെയറായിട്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്, പ്രത്യേകിച്ചും ഈ പറയുന്ന പോലെ കലാപരമായ കാര്യങ്ങളിൽ. ദിലീപ് എന്ന് പറയുന്ന നടൻ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, നമ്മൾ പറയുമ്പോഴത്തേക്ക് അങ്ങനെ ചെയ്യണം അല്ലേ, എന്നാൽ ശരി അങ്ങനെ ചെയ്യാമെന്ന് പറയുന്ന ഒരു ആക്ടറാണ്. അപ്പോൾ അത്തരത്തിൽ ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര അഭിനയ മുഹൂർത്തങ്ങളുള്ള വൈകാരികമായ നിമിഷങ്ങളുള്ള ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള സിനിമയിൽ നിന്നും ഞാൻ അവകാശപ്പെടുന്നില്ല.
ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ആയിരിക്കും, പക്ഷേ ആ മൊമെൻറ്റ്സുകളിൽ പോലും ഉണ്ടാകുന്ന എക്സ്പ്രഷൻസുകൾ നന്നാക്കാനുള്ളൊരു ശ്രമം, ബോധപൂർവമായൊരു ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്.